കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് സ്വന്തം വിദ്യാർത്ഥികൾക്ക് ഗർഭഛിദ്രത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ചിക്കാഗോയിലെ ലയോള സർവകലാശാല. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ജസ്യൂട്ട് സർവകലാശാല തങ്ങളുടെ സ്റ്റുഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലാണ് ഗർഭഛിദ്രത്തിനും വന്ധ്യംകരണത്തിനുമുള്ള പരിരക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം അമേരിക്കയിലെ കത്തോലിക്ക സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്തരമായ മഹത്വത്തിന് എന്നർത്ഥം വരുന്ന അഡ് മജോറം ഡൈ ഗ്ലോറിയം എന്ന ജസ്യൂട്ട് ആപ്തവാക്യം മുദ്രണം ചെയ്ത രേഖകളിൽ തന്നെയാണ് ഗർഭഛിദ്രത്തിനുള്ള സേവനങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറെ വിരോധാഭാസമായ കാര്യവും. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള യുണൈറ്റഡ് ഹെൽത്ത് കെയർ സ്റ്റുഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലാണ് അബോർഷൻ കെയർ സർവീസുകൾ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി റിപ്പോർട്ടും ചെയ്തിരിക്കുന്നത്. ഗർഭഛിദ്രം കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണെന്നിരിക്കെ സഭയുടെ കീഴിലുള്ള ഒരു വിദ്യാലയം തന്നെ ഇത്തരമൊരു നീക്കം നടത്തിയത് വിശ്വാസികൾക്കിടയിൽ ഞെട്ടലുളവാക്കിയിട്ടുമുണ്ട്. ജീവന്റെ ഉത്ഭവത്തെയും വളർച്ചയെയും നിഷേധിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കത്തോലിക്ക സഭ തള്ളിക്കളയുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭാ അധികാരികൾ പലകുറി വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. ഗർഭഛിദ്രത്തെ ജീവന്റെ ദാനത്തെ നിരസിക്കൽ എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. ഗർഭനിരോധന മാർഗങ്ങൾക്കും വന്ധ്യംകരണ ശസ്ത്രക്രിയകൾക്കും ഇതേ പ്ലാനിൽ പരിരക്ഷ നൽകുന്നുണ്ട് എന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. സഭയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ലയോള സർവകലാശാല സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പായിട്ടുമുണ്ട്. ലയോള സർവകലാശാല അധികൃതർ ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. വിശ്വാസവും ആധുനികതയും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ലയോള സർവകലാശാല എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് അമേരിക്കൻ മലയാളി സമൂഹം അടക്കമുള്ള വിശ്വാസി സമൂഹം.